ഇന്ന് നമ്മുടെ ഇതിന്റെ ഇടയിലൊക്കെ, ചട്ടിയുടെ ഇടയിലൊക്കെ നിറച്ച് പുല്ലൊക്കെ കയറി അങ്ങോട്ട് വളർന്നേക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടാം. അപ്പൊ അതൊക്കെയാണ് ഇന്ന് നമ്മുടെ പണി. പിന്നെ ഇത് ഇവിടെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഈ റോസാപ്പൂ ഒക്കെ തിന്നണ ഒരു ജീവിയുണ്ട്. ഇപ്പൊ ഞാൻ എടുത്ത് വച്ചപ്പോഴത്തേക്കും അത് പറന്നുപോയി. ഇവിടെ വേറെ ഉണ്ടാവും, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ജാപ്പനീസ് ബീറ്റിൽ എന്ന് അതിന്റെ പേര്. ഒരൊറ്റ റോസയ്ക്ക് പോലും പൂവുണ്ടാവില്ല. ഇതൊക്കെ കടിച്ചു വെച്ചേക്കുവാ, ഇരുന്ന് തിന്നും. അത് ഈ ഒരു സീസൺ ആകുമ്പോൾ ഈ ജൂൺ ജൂലൈ കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് പോകും. പക്ഷെ ഈ 2 മാസം കൊണ്ട് നമുക്ക് ഒറ്റ റോസയിൽ പൂവുണ്ടാവില്ല. റോസ മാത്രമല്ല, മിക്കവാറും എല്ലാ പൂച്ചെടികൾ, റോസയാണ് മെയിൻ ഇതിനിഷ്ടം. നമ്മളെല്ലാം ഇവിടെ വെച്ചിരുന്ന പോട്ട്സ് എല്ലാം എടുത്ത് മാറ്റി. ഇനി അതിന്റെ ഇടയിൽ മുഴുവൻ വളർന്നു നിൽക്കണ പുല്ലെല്ലാം നമുക്ക് വെട്ടിക്കളയാം. നമ്മള് പുല്ല് വെട്ടി ഇവിടെ സൈഡ് വൃത്തിയാക്കി. ഇനി അതൊന്ന് ബ്ലോ ചെയ്തും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ തിരിച്ച് പോട്ട്സ് അവിടെ എടുത്തു വയ്ക്കാം. നമ്മുടെ ബ്ലാക്ക്ബെറീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കറുത്ത് പറിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക്ബെറീസിൻ്റെ ഹാർവെസ്റ്റിങ്ങും പിന്നെ കുറച്ച് പയറും ചീരകളൊക്കെ വീണ്ടും റെഡിയായി. നമുക്ക് അതൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ റെഡിയായ പ്രായം. ഈ പ്രായത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് കുറേയൊക്കെ നമുക്ക് കിളികളൊന്നും തിന്നാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാം നമുക്ക് പറിച്ചെടുക്കാം. സാധാരണ എനിക്കിത് ഇത്രയും പഴുക്കണ വരെയൊന്നും കിട്ടാറില്ല കേട്ടോ. പ്രാണി ഇത്രയും നമുക്ക് അപ്പൊ ഇന്ന് പഴുത്ത് കിട്ടിയേക്കണേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനൊരു ചട്ടിയിലാണ് വച്ചിരുന്നത്. 5-6 എണ്ണം ഇതുപോലെ നമ്മൾ പറിച്ചെടുത്തു നേരത്തെ. ഇത് ടേസ്റ്റ് അറിയാനും പിന്നെ മോന് കണ്ടപ്പോൾ പറിക്കണം എന്ന് തോന്നി. അപ്പോൾ അവനും കുറച്ച് പറിച്ചൊക്കെ എടുത്തു. അപ്പോൾ അതേ നമ്മുടെ മല്ലി എല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നു. അപ്പം ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കാൻ പോവാം. നമ്മുടെ ഫ്രണ്ട്സും കുറച്ച് നമ്മുടെ അടുത്ത് മല്ലിയുടെ വിത്തുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഷെയർ ചെയ്യണം. നന്നായിട്ട് ഉണങ്ങി. ഇത് ഇനിയിപ്പോൾ ഈ ചെടിയും ജീവിക്കില്ല, അതും ഉണങ്ങും. അപ്പം അതിന് കുറേയൊക്കെ താഴെ വീണിട്ടുണ്ടാവും. എന്തായാലും ഞാൻ മല്ലി മുഴുവൻ പറിച്ചെടുക്കുക. ഇത് കൂടുതലും ഞാൻ വിത്തിനായിട്ടേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ മല്ലി കണ്ടോ. അപ്പോൾ ഇതിനി ഒരു ദിവസം കൂടെ ഞാനൊന്ന് ഉണക്കും. കാരണം ചെറിയ 1-2 നന്നായിട്ട് ഉണങ്ങാത്ത കായും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഉണക്കിയിട്ടേ ഞാനിത് സ്റ്റോർ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സിനും ഞാനിത് ഷെയർ ചെയ്യും. ഇനി 2-3 ചെടിയും കൂടെ ഉണ്ട്. അതും പാകമായി വരിക. അതും ഒരു മാക്സിമം ഒരാഴ്ചത്തേക്ക് അതും റെഡിയാവും. നമ്മുടെ പയറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ മുയൽ കടിച്ചു വെച്ചേക്കണ പകുതി. അവർക്ക് ഈ താഴത്തുനിന്ന് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കണ എത്തണയിടം വരെ അവർ കടിച്ചു തിന്നും. ബാക്കി ആ ചെടിയിൽ തന്നെ നിൽക്കും. കണ്ടോ, നമുക്ക് ഇതൊക്കെ പറിച്ചെടുക്കാം. ഇത് നമ്മൾ ഈ നാട്ടിൽ പാടത്തിടില്ലേ, അത് പയറാ. നല്ല രുചിയായി പയറിന്. എനിക്ക് നീളൻ പയറിനേക്കാളും ഇഷ്ടം ഈ പയറാണ് കേട്ടോ. പയറുണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 2 ദിവസം 3 ദിവസത്തെ വിളവെടുത്താലേ നമുക്ക്
ഒരു മെഴുക്കുവരട്ടിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തീരെ കുറവാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക വൻപയറില്ലേ, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും. പക്ഷെ ഇതിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു മെഴുക്കുവരട്ടിക്കുള്ളതാവും. നമ്മുടെ പാവൽ ട്രെല്ലിസിൽ നോക്കിയേ നന്നായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ പാവലിലും കായകൾ വന്നു തുടങ്ങി. ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ മുത്തശ്ശനൊക്കെ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടുണ്ടാക്കിയിടും പേപ്പറിൻ്റെ. ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നു കീടങ്ങൾ അധികം വരില്ലായിരിക്കും തോന്നുന്നു. ഞാൻ അതുകൊണ്ട് കൂടൊന്നും കൂട്ടിയിട്ടില്ല. പക്ഷെ നന്നായിട്ട് പാവലായിട്ടുണ്ട്. നന്നായിട്ട് എന്തായാലും അവർക്ക് ആ ട്രെല്ലിസ് ഇഷ്ടമായി. ഇത് നമ്മളിതേ ഇന്നാള് ഇത് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തന്നില്ലേ, അത് വീണ്ടും അതിൽ നിന്ന് ബ്രാഞ്ചസ് വന്ന് രണ്ടാമത്തെ വിളവെടുപ്പിനായിട്ടുണ്ട്. പക്ഷെ ഒരു ഇതെന്ന് പറഞ്ഞു നോക്കിയാൽ ഇതൊക്കെ മാൻ വന്ന് തിന്നു. ഞാൻ കുറച്ചൊന്ന് ദിവസം വൈകിപ്പോയി. എന്നാലും ഉള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പുതിയ ചീരകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ കട്ട് ചെയ്തല്ലാതെ ഇതെല്ലാം വെട്ടി നിർത്തിയിരുന്നത് വീണ്ടും ഉണ്ടായേക്കണതാ. ഒരു പ്രാവശ്യം കൂടെ എനിക്ക് തോന്നണു ഇനി അതിൽ നമുക്കൊന്നും കൂടെ കട്ട് ചെയ്യാമെന്ന് തോന്നണം. ഇനി കുറച്ച് പുതിയ ചീരകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ പുതിയ ചീരകളാണ്. ഇതൊന്നും ഒരുപാട് വലുതായിട്ടില്ല. പക്ഷെ അധികം നിർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രശ്നമാണ്. ഇതിന് അവകാശികൾ വേറെ വരും. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്യുക. ഇത് നമ്മൾ പയറ് നട്ടേക്കണ പോട്ടിലുണ്ടായിരുന്ന ചീരയാ. നമ്മുടെ രണ്ടാമത്തെ ട്രെലിസും ഇവിടെ ഉണ്ട്. നമ്മൾ രണ്ടാമതൊരു ട്രെലിസും കൂടെ ഉണ്ടാക്കിയായിരുന്നു. ഇത് നീളൻ പയറാ. അപ്പൊ ഈ പയറിന് അതുകൊണ്ട് ട്രെലിസിലേ അതുങ്ങൾ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അതും നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചീര വിളവാണിത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും നട്ട് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു സന്തോഷം എന്ന് പറയണത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിളവുകൾ. ചീര, പയറ്, കുറച്ച് മല്ലി, പിന്നെ കുറച്ച് ബ്ലാക്ക്ബെറീസ്.